ഇത്രയും പേര് കോളനി മുഴുവൻ തെരഞ്ഞിട്ട് പുലിയെ കിട്ടിയില്ലെന്ന് വെച്ചാൽ ഇവൻ പറയുന്നത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നേതാവിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യരുത് പറഞ്ഞേട്ടാ. സത്യം പറഞ്ഞ ഇവൻ പറഞ്ഞത് ഞാനും വിശ്വസിച്ചിട്ടില്ല. മണിയാ സത്യം പറ, നീ പുലിനെ കണ്ട? അത് പറഞ്ഞപ്പോഴാ നമുക്ക് ചേട്ടത്തിയെടുത്ത് പറഞ്ഞ എന്തെങ്കിലും കഴിക്കാൻ എടുത്താലോ? അത് നല്ല പരിപാടിയല്ലേ. എടാ അവള് ഗുരുവായൂർക്ക് പോയിരിക്കോ? പച്ചവെള്ളം വല്ലതും വേണോ? എന്റെ പൊന്ന് നേതാവേ, നക്കിത്തരം പറയല്ലേ, പച്ചവെള്ളം. അതെ, ജ്യൂസ് ഇരിപ്പുണ്ടെങ്കിൽ അത് മതി. എടാ പുലിയെ പിടിക്കാൻ പോണവരൊക്കെ ജ്യൂസ് കുടിച്ചോണ്ടാണ് പോകുന്നത്. പുലിയെ പിടിച്ച് ക്ഷീണിക്കുമ്പോ ഗ്രേപ്പ് ജ്യൂസ് അല്ലേ എല്ലാരും പാട്ടോട്ട് പോകുന്നില്ല. ജ്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോ നേതാവിന്റെ ഫ്യൂസ് പോയി. ഫ്യൂസ് കെട്ടാ നിന്നെ വിളിക്കത്തില്ല കേട്ടോ. പാമ്പിന്റെ കേൾവിയാ. ചേടാ ഒരു പുലി ഇറങ്ങിയ കാരണം നാട്ടുകാരെ മുഴുവൻ നമ്മൾ ഓട്ടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യുമെന്ന് പറ. ജ്യൂസേ അവന്മാരുടെ തൊണ്ടേന്ന് ഇറങ്ങത്തുള്ളൂ. മനുഷ്യനാണ്. ഇനി നമുക്ക് ജ്യൂസ് തരാതിരിക്കാനുള്ള കള്ളത്തട്ടിപ്പ്. നീ നോക്കിയിരിക്കുക, ഏത്തക്കെടുത്ത് തിന്നു. അല്ല ഏത്തക്കെടുത്ത് കൊടുക്കാൻ പറ്റൂ. അതൊക്കെ ഏത്തക്കാണെന്ന് ബോധം വരും. ദൈവമേ, നാളെ ഹർത്താലാണ്. അത് നോക്കിയത് ആരൊക്കെയാ നോക്കി ഇങ്ങോട്ട്. ബാലപ്പൻ, തങ്കപ്പൻ, മണിയപ്പൻ, തങ്കപ്പൻ കണ്ണാടി വെച്ചോണ്ടിരുന്നാണ്. നോക്ക്, ഞാനേ പുലിയെ കണ്ടു. എപ്പോ? എനിക്ക് വിശ്വാസമായി. എവിടെ? കോളനിയിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു. ഇത്തരം ആപത്തുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിയിക്കേണ്ട ആരെയാണ്? ഫയർഫോഴ്സിനെ, പോലീസിനെയാണ്. ആ നിലയ്ക്ക് നമ്മൾ ആദ്യം പ്രകാശ് കുമാർ സാറിനെ വിവരം അറിയിക്കണം. പുലി അറിയരുത്. പാത്രം വീഴുന്ന പോലെയാണ് പുലി കരയുന്നത്. പറ്റും, നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ഈ പുലി പ്രശ്നം ഒരു ജനകീയ പ്രശ്നമാക്കി മാറ്റണം, ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റണം, പുലി പ്രശ്നം ഒരു വിവാദ പ്രശ്നമാക്കി മാറ്റണം. അതെ അതെ, അത് വേണം. ഏതൊരു കാര്യവും രാഷ്ട്രീയവും വിവാദപരവും ഒക്കെ ആവുമ്പോഴേ അതിനൊരു ജനശ്രദ്ധ കിട്ടും. അത് ശരിയാ. പുലിയെ നിരോധിക്കണമെന്ന് പറഞ്ഞോണ്ടൊരു ജാഥ നടത്തിയാലാ? വിവാദം വേണമെങ്കിൽ ഒരു നിരോധനം വേണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പുലിക്കെതിരെ നമുക്ക് പോസ്റ്റർ ഒട്ടിക്കാം. ഈ പുലിക്കെതിരെ നമുക്കൊരു പന്തം കൊളുത്തി പ്രകടനവും നടത്താം. പുലികളെ കളിയാക്കിക്കൊണ്ട് നമുക്ക് കുറച്ച് കവിതകൾ എഴുതാം, എന്നിട്ട് അത് പ്രസിദ്ധീകരിക്കാം. അത് വായിക്കുമ്പോ പുലി നാണിച്ച് ആത്മഹത്യ ചെയ്തു പോകും. അക്ഷരാഭ്യാസം ഇല്ലാതെ പുലിയാണ് കവിത. അതിനിടയ്ക്ക് ഒരു കാര്യം. എന്താ പറ? അല്ല, കൊറേ നേരം കൊണ്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഇനി അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കൂടുതൽ ആകാംക്ഷ എക്സ്പോസ് ചെയ്യാതെ കാര്യം പറയുന്നു. നീ കാര്യം പറമണിയാ. എനിക്ക് ഒന്നിന് പോണം. എനിക്ക് പുലിപ്പേടിയാണ്, വേറെ ഒന്നും വിചാരിക്കല്ലേ. ഞാനും അത് അങ്ങോട്ട് വിചാരിച്ചിരിക്കുന്നു. എന്തുവാ എനിക്കും അങ്ങോട്ട് പോയിട്ടല്ല. അങ്ങനെയാണെങ്കിലേ ഈ മീറ്റിംഗ് ഇപ്പൊ തന്നെ പിരിച്ചുവിടാം. അതാ നല്ലത്. അപ്പോ നാളെ മുതൽ ഈ പുലി പ്രശ്നം ഒരു ജനകീയ പ്രശ്നമാക്കി നമ്മൾ മാറ്റും. ഈ ജനകീയ പ്രശ്നമാക്കി മാറ്റുമ്പോ ആദ്യം എന്താണ് വേണ്ടതെന്നൊക്കെ അറിയാവല്ലോ. പ്രശ്നമാക്കി മാറ്റുമ്പോ ആദ്യം വേണ്ടത് പിരിവാണ്. അറിയാം അതൊക്കെ. ആളല്ലേ ഇച്ചിരി പുട്ടടിക്കാൻ. സമയല്ലേ? നീ അറിഞ്ഞാ? നീ ഇന്നത്തെ പത്രം കണ്ട? ഇല്ല. പുലിയുടെ പടം ഉണ്ടോ? നോക്ക്, കണ്ട? അയ്യോ, രവിചന്ദ്രൻ നേതാവ് കൊള്ളിയായ ഒറ്റ അടിയാൻ പറ്റും കേട്ടാ. എടാ, നിനക്കൊക്കെയാണ് അയാൾ നിസ്സാരം. ഈ രവിചന്ദ്രനാണ് യഥാർത്ഥത്തിൽ ഒരു പുലി, അറിയാവോ? നീ ഈ വാർത്തയൊന്ന് വായിച്ചു നോക്ക്. രവിചന്ദ്രൻ ആശാനെ AKCPയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. കണ്ട? അയ്യോ, AKCPയുടെ കേന്ദ്ര കമ്മിറ്റി വരെ എത്താന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. രവിചന്ദ്രൻ നേതാവിന്റെ സമയം കൊള്ളാം കേട്ടാ. എന്തായാലും ഇയാളെ ഒട്ടി നിന്നാ
നമുക്കും രക്ഷപ്പെടാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേതാവിന്റെ അടുത്ത് പോയി അഭിനന്ദനം അറിയിക്കാം. അല്ല വേറൊരു കാര്യമുണ്ട്, നിനക്കൊക്കെ അയാളെ പുച്ഛമായിരുന്നല്ല. അല്ലേ നീ നോക്കിക്കോ, ഇയാൾ ഇങ്ങനെ പോയാൽ അടുത്ത ഇലക്ഷന് കേന്ദ്രമന്ത്രിയായിരിക്കും. കേന്ദ്രമന്ത്രിയായ ആഭ്യന്തരം തന്നെ ആയിരിക്കും. തന്നെ നിനക്കൊക്കെ അയാളെ പുച്ഛമായിരുന്നല്ല. ഇപ്പൊ മനസ്സിലായ? പിന്നെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരില്ലേ? എന്തിന്? അല്ല അത് പിന്നെ പുലിയെ പേടിച്ച് അന്നമ്മ ചേട്ടത്തി ചാക്കോച്ചിന് അല്ല അതേ അറിഞ്ഞായിരുന്നു. നീ പോയി അവരെ യാത്രയാക്കി, ഞാൻ ഇതൊന്ന് അറിയിച്ചിട്ട് വരട്ടെ കേട്ടോ. അല്ല നമുക്ക് രണ്ടുപേർ കൂടി യാത്ര അയച്ചിട്ട് അയ്യോ, അതുപോലെ കേന്ദ്ര അംഗത്തിന് ആദ്യം അഭിനന്ദനം അറിയിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണ്. അല്ല ഞാനും വരണല്ലോ അഭിനന്ദനം അറിയിക്കാൻ. മെമ്പറല്ലേ, നീ പോയി ചാക്കോ സാറിന്റെ യാത്ര ആക്കട്ടെ. പോടെ, ഞാൻ അല്ല അങ്ങോട്ട് പോയിട്ട് പോരെ. എടാ ഞാൻ അറിയിച്ചിട്ട് വരട്ടെ. എടാ നീ നിന്റെ പണി നോക്കും പണിയാ. ഇവൻ മിക്കവാറും എന്നെ പ്രതിഷ്ഠയാക്കും. മതിയാക്ക്. 9 റൗണ്ട് ആയിട്ടില്ല. 7, 8, 9. എല്ലാരും പറയും ഇത് തങ്കപ്പന്റെ മണിയടിയാണെന്ന്. മണിയടിയാണല്ലോ. അതെ, മണിയടിയാണ്. കാരണം രവിചന്ദ്രൻ എന്നുള്ള ഈ വ്യക്തി ഒരു പ്രസ്ഥാനമല്ല, ഒരു കൺട്രിയാണ്. കൺട്രി അതായത് രാജ്യം. രാജ്യസഭയിലേക്കും തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യതയുണ്ടെന്നൊരു ഹ്യൂമർ കേട്ടു. ഹ്യൂമർ അല്ല, വെറും റൂമറാ. ഓ മല്ലപ്പയാ. വല്യപ്പന? ഏത് വല്യപ്പ? വല്യപ്പനല്ല, കർണാടക മുഖ്യമന്ത്രി വല്ലപ്പ. ഹലോ, അതെ, രവിചന്ദ്രൻ ഹിയർ. ഇല്ല, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പാർട്ടി മൊത്തത്തിലൊന്ന് ഉഷാറായിട്ടുണ്ട്. നോ 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 എനിക്ക് പെട്ടെന്ന് ഡൽഹിയിലോട്ട് വരാൻ പറ്റത്തില്ല. പുലിയെ പിടിക്കണം. പുലിയെ പിടിക്കാണ്ട് ഞാൻ എങ്ങോട്ടുമില്ല. അക്കാര്യത്തിൽ ഞാൻ കർമ്മനിരതനാണ്. ഓക്കെ. അതെ നേതാവേ, ഈ മല്ലപ്പ മലയാളിയാണോ? എവിടുന്ന്? പക്ക കർണാടകക്കാരൻ. പിന്നെ നേതാവ് മലയാളത്തിൽ സംസാരിച്ച പുള്ളിക്ക് മനസ്സിലാവോ? ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചത് പരസ്പരം മനസ്സിലായിട്ടില്ല. അതൊക്കെയാണ് നമ്മുടെ പാർട്ടിയുടെ വിജയവും. ഒന്നും പരസ്പരം മനസ്സിലാകരുത്. രവിചന്ദ്ര നേതാവേ, ധീരതയോട് നയിച്ചോളൂ. 1,50,000 അല്ല 1.5 ലക്ഷം പിന്നാലെ. ഇത് കാലുവാരാനാണ്. അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ എഴുന്നേക്ക്. എന്താ ആശാനത്? താലപ്പൊലി മിളക്കും. ആശാന്റെ പൊസിഷൻ ഇപ്പൊ മാറിയിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ഒരു അകൽച്ച എല്ലാവരുമായിട്ട് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതെ അതെ, ചിലരുമായിട്ടുള്ള ഒരു അകൽച്ച ഉണ്ടാകുന്നത് നേതാവിന് നല്ലതായിരിക്കും. എല്ലാവരെയും എനിക്കറിയാവടോ. പിന്നെ ഈ ഫോഴ്സിൽ നമുക്ക് ആ പുലിനെ കൂടി അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കോളനിയിൽ നേതാവിന് നല്ല ഉഗ്രം പേരായിരിക്കും. നമുക്ക് അങ്ങോട്ട് പിടിച്ചാലോ? നിങ്ങൾ പിടിക്കണ്ട, ഞങ്ങൾ പിടിച്ചോളാം. തൽക്കാലം നമുക്ക് ചായ കുടിച്ചിട്ട് എന്നെ ഇനി അക്ഷരം പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇറക്ക്. എന്തോന്നത് ഒരുമാതിരി ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ. പതുക്കെ തിന്നെ. പറഞ്ഞപ്പോൾ ആവേശോടും. അത് ഈ വിഴുങ്ങുന്ന കാര്യത്തിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും വേണം കേട്ടാ. ഇനി ആരൊക്കെ വേണം, എന്തൊക്കെ വേണോന്ന് ഞാൻ തീരുമാനിക്കും കേട്ടാ. പറഞ്ഞേട്ടാ. ആര് തീരുമാനിക്കും? അല്ല, നമ്മള് തീരുമാനിക്കും. ഞാൻ തീരുമാനിക്കും. അതെ, ഈ ടേബിൾ മാനേഴ്സ് ഇല്ലാത്തവരാരും നമ്മുടെ പാർട്ടിയിൽ വേണ്ട. അപ്പൊ നേതാവില്ലാതെ ഈ പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകും? നേതാവിന് പഴം വേണമെങ്കിൽ നീ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ അങ്ങ് മനസ്സിലായി കേട്ടാ. യവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ? നേതാവിന് ടേബിൾ മാനേഴ്സ് ഇല്ലെന്ന്. എന്റെ പൊന്നു നേതാവ്, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഏതർത്ഥത്തിൽ പറഞ്ഞാലും ശരി, തന്നെ പോലെ ആക്രാന്തമുള്ളവർ ഞങ്ങളുടെ പാർട്ടിയിൽ വേണ്ട. വേണ്ട. പണ്ട് ഞങ്ങൾ ഈ പാർട്ടിക്ക് ഓരോ മെമ്പർഷിപ്പ് എടുപ്പിക്കാൻ പെട്ട പാട് ഓർമ്മയുണ്ടാ? അന്ന് ഇവനൊക്കെ പുച്ഛം. ഞാൻ ഒരു തരായിരുന്നു. പുച്ഛം. നീ പോടാ. കൂടി പുലിയുടെ പേരും പറഞ്ഞ് പിരിച്ചെടുത്ത കാശ് കൊണ്ടല്ലേ ഇതൊക്കെ മേടിച്ചത്. അപ്പൊ എനിക്ക് തിന്നുകൊണ്ട് തന്നെ മാനേഴ്സ് പോണേ പോട്ടോ. ഞാൻ കൊണ്ടുപോടാ. പോയിട്ടല്ല,
ഞാനും ആശാനും മാത്രം മതി അവിടെ. നിനക്ക് എന്താ കാര്യം? നിന്റെ വലിയ മരിച്ച മാല കൊണ്ടിരിക്കുന്ന രവിചന്ദ്രൻ നേതാവ് മരിക്കുമ്പോ അറിയിക്കാം. പോ, സംസ്ഥാന കമ്മിറ്റി നമ്മൾ മാത്രം മതി. ഞാൻ എന്റെ ആശാനും മാത്രം മതി. വേണ്ട, മാറ്റിയിട്ടേക്കാം. അതെ, ആന കയറിയ കരിമ്പങ്കാട് കണക്കായി. അതെ, ആശാൻ ഇനി ശരീരം സൂക്ഷിക്കണം. എപ്പോഴും ഞാൻ കൂടെ ഉണ്ടായെന്ന് വരത്തില്ല. ചുറ്റും അസൂയാലുക്കളാ. എന്താണെന്നറിയില്ല, എനിക്ക് മാത്രം അതില്ല. എത്ര ഉയർച്ചയിലെത്തിയാലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. സത്യം പറഞ്ഞ ആശാൻ എനിക്കെന്റെ ജ്യേഷ്ഠനെ പോലെ. ആശാന് അറിയാവൂ. എടാ, എനിക്ക് ടേബിൾ മാനേഴ്സിൽ എന്നാ തങ്കപ്പൻ പറഞ്ഞപ്പോ നീ എനിക്കത് മനസ്സിലാക്കി തന്നു. എന്റെ കടമ, എന്റെ കടമ. നീ ഇന്നു മുതൽ എന്റെ എല്ലാമാണ് എല്ലാം. നീ എന്റെ PS ആടാ. എന്തോ ഈ പിയേഴ്സ്? ചേടാ, എന്റെ പ്രൈവറ്റ് സെക്രട്ടറി. ആശാന് ബാലപ്പൻ PS. ബാലപ്പൻ PS. ദൈവത്തെ പോലെയാണ്. ദൈവം, എന്റെ ദൈവം. അവനുണ്ടല്ലോ ആ ബാലപ്പൻ, അവനിട്ട് ഞാനൊരു പണി കൊടുക്കും. നീ കാര്യം പറഞ്ഞപ്പ രവിചന്ദ്രന്റെ കേന്ദ്ര കമ്മിറ്റി തിരഞ്ഞെടുത്തതിന് ബാലപ്പൻ എന്ത്? ഇവൻ ഈ കിടന്ന് ആളാകുന്ന ആരെ തോൽപ്പിക്കാൻ? കൊള്ളാം. ഈ ബാലപ്പേണന്റെ രവിചന്ദ്രൻ നേതാവിനെ കുറിച്ച് തങ്കപ്പൻ എന്തോ അറിയാം? ഒന്നും അറിഞ്ഞൂടാ. ഈ രണ്ടെണ്ണം കൂടി ഈ കോളനിക്കാരെ സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശ് കുമാർ സാറിനെയും തല കുത്തനെ നിർത്തിയവന്മാരാ. അത് ശരി. ആ. അപ്പോൾ പുതിയ പദവി കൂടി കിട്ടുമ്പോ രണ്ടുപേരും കൂടി ഈ കോളനിക്കടുത്ത് തേർവാഴ്ച നടത്തുമല്ലോ. സംശയം തോന്ന്. എന്നെയും നിന്നെയും പാർട്ടിയിൽ അംഗങ്ങളാക്കണമെന്ന് രവിചന്ദ്രൻ ആഗ്രഹമുണ്ട്. ആ. പക്ഷെ ആ ബാലപ്പ സമ്മതിക്കണില്ല. ആ, നിന്റെ കാര്യം പറഞ്ഞപ്പോ ആ ബാലപ്പൻ പറയുവാ അവനൊന്നും പാർട്ടിയുടെ അന്തസ്സിന് ചേർന്ന ആളേ അല്ലെന്ന്. അങ്ങേര് അങ്ങനെ പറഞ്ഞ പറഞ്ഞു. ആ. സപ്പോർട്ട് ചെയ്യാൻ രവിചന്ദ്രൻ ഓരോ കാര്യങ്ങൾ ഡൽഹി വഴി സാധിച്ചെടുക്കാൻ നീ പുള്ളിക്കാരനെ ശല്യം ചെയ്യുന്നു പോലും. വെറുതെ കേന്ദ്ര കമ്മിറ്റി അംഗ ആയതിനാണ് ഈ ചാട്ടം. അപ്പൊ വല്ല മന്ത്രിയോ തന്ത്രിയോ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? മണിയാ, നീ എന്താണ് ആലോചിക്കുന്നത്? ഇതൊക്കെ കലക്കി ഒരു കരക്ക് എത്തിച്ചില്ലെങ്കിലേ എനിക്ക് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റൂല. ദാണ്ട പുലി, എല്ലാ ഐറ്റംസും ഉണ്ട്. ദാ. ദാ, 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 ദാ. ഏ? ആ, കഥകും ജനലും ഒക്കെ അടച്ചുപൂട്ടി ഇതിനകത്തിരിക്കുന്നത് പുലിയെ പേടിച്ചിട്ടാ? എന്ത് പുലി? ഏ? എനിക്കൊരു പുലിയും പേടിയൊന്നുമില്ല. പേടിക്കരുത്. ആണുങ്ങളായ അങ്ങനെ വേണം. ഇതൊക്കെ എന്തുവാടോ? ടോയ്സ്, ടോയ്സ്. ഏ? ആർക്കാ? നിങ്ങക്ക് തരാൻ വേണ്ടി എന്റെ കയ്യിൽ ഒരാള് തന്നയച്ചതാ. ആരാ? കളിക്കൂട്ടുകാരൻ. പ്രഭാവതി ഈ കോളനിയിൽ താമസിക്കുന്നത് പഴയ സഹപാഠിയെയും തന്റെ മനസ്സിൽ ഇടം നേടിയ ആളിനെ കണ്ടുപിടിക്കാനല്ലേ? അതെ. ആ ആൾ ഈ കോളനിയിൽ തന്നെ ഉണ്ട്. പറഞ്ഞ പ്രഭാവതി അരിയും. ഇല്ല, ഞാൻ അരിയില്ല. പറഞ്ഞോ. അയ്യോ, അരിഞ്ഞു കളയുന്നല്ല പറഞ്ഞത്, പ്രഭാവതി അറിയും. ആരെ? നമ്മുടെ 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 ഇവിടെ പറഞ്ഞു നമ്മുടെ രവിചന്ദ്രൻ നേതാവ്. ഈ രവിചന്ദ്രനാണ് അന്ന് നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല എന്ന് പാടി പ്രഭാവതിയുടെ മനസ്സിലേക്ക് കയറി പറ്റിയ കുള്ളൻ, അല്ല കള്ളൻ. ആ പഴയ ഓർമ്മ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ കാർഡ് പോലെ പുതുക്കിയാ കൊള്ളാമെന്ന് രവിചന്ദ്രൻ നേതാവിന് ഒരു ആഗ്രഹമുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ കിടക്കണ ഈ കളിപ്പാട്ടങ്ങളെല്ലാം എന്റെ കയ്യിൽ തന്നേച്ചെന്നാ. പിടിച്ചോ, എത്ര മനോഹരം. ആ, പിന്നെ നിങ്ങളെ കുറിച്ച് കോളനിയിൽ പലരും ഒക്കെ ചോദിച്ചു തുടങ്ങി. ആരാണ്, എന്താണ്, എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ. ഇനി അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞേരെ, ഞാൻ കേന്ദ്രമന്ത്രി കുട്ടിക്കൃഷ്ണന്റെ ചെറുമോളാണെന്ന്. കേന്ദ്രമന്ത്രി? കേന്ദ്രമന്ത്രി കുട്ടിക്കൃഷ്ണന്റെ ചെറുമോള്. എന്റെ പൊന്നെ, നിങ്ങൾ എന്തുവാ ഈ പറയുന്നത്? ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ലീസാൻ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ചേട്ടാ, ഞാനിവിടെ പുലി പിടിക്കുന്ന കാര്യത്തിന് ഓടി നടക്കുമ്പോഴാണ് നിങ്ങളുടെ കൂര വിളിച്ച കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ, നമസ്കാരം. നിങ്ങളൊരു കാര്യം ചെയ്യും, നേരിട്ട് വാ. നേരിട്ട് വന്നിട്ട് സംസാരിക്കാം. ഓ, വെച്ചോ. ഓ, ആശാനെ, ആശാനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. ഭാര്യ ചേച്ചി വന്നെങ്കിൽ
വന്നെങ്കിൽ ഒന്നുമില്ല. ആശ അങ്ങോട്ടൊന്ന് വന്നേ. എന്ത് വേടാ? ആശ അങ്ങോട്ട് വന്ന ഒരു കാര്യം പറയണമെന്ന്. ചേട്ടാ ഷേവ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഷേവ് ചെയ്ത് ഇതൊക്കെ പിന്നെ ചെയ്യാം. ഇത് പിടിച്ചാ ഇനി വന്നേ. ഇല്ലേ? ഇങ്ങോട്ട് വാ. ഒരു കാര്യം പറയണമെന്ന് പറയുമ്പോ അതെ, കോളനിയിലെ ബാല്യകാല സുഹൃത്തിനെ തെരഞ്ഞെത്തിയ പ്രഭാവതി ആരാന്നറിയോ? അതൊരു പെണ്ണ. അതെനിക്കും അറിയാം. അവള് വെറും പെണ്ണല്ല. അതെനിക്ക് അവളെ കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ പറയുന്നത് കേക്ക്. കേന്ദ്രമന്ത്രി കുട്ടിക്കൃഷ്ണന്റെ ചെറുമകളാണവൾ. അത് നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞ്. AKCPയോട് പ്രത്യേക താല്പര്യമുള്ള ആളാണ് ഈ കുട്ടിക്കൃഷ്ണൻ. ആ സ്ഥിതിക്ക് നേതാവിന്റെ രാഷ്ട്രീയ നേട്ടത്തിന് ഈ പെൺകുട്ടി പ്രയോജനം ചെയ്യും. എടാ അതെങ്ങനെയെന്ന് ഞാനേ സഹപാഠിയാണ് നീ ഇനി ചെന്ന് പറഞ്ഞ അവള് വിശ്വസിക്കുവോ? എന്താ വിശ്വസിക്കാത്ത? വിശ്വസിപ്പിക്കണം. ആ പെൺകുട്ടിയാണെങ്കിൽ ഈ ഇപ്പോഴും മറ്റേ അന്ന് നിന്റെ കവിൾ ഇത്ര ചുമന്നിട്ടില്ല എന്ന പാട്ടും പാടി ആണുങ്ങളെ തപ്പി നടക്കുകയാണ്. പറഞ്ഞ മനസ്സിലായ? അയ്യോ, അപ്പൊ ഇതുവരെ ആ പാട്ട് പാടിയവനെ കിട്ടിയില്ലയോ? എവിടെ കിട്ടാൻ? നീ പോ, ബാക്കി ഞാൻ ചെയ്തോളാം. അപ്പൊ എനിക്ക് ചെയ്യുന്നില്ലയോ? ആശാനെ ചെയ്യുന്നോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സന്ദർഭത്തിൽ പ്രഭാവതിയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. മാത്രമല്ല, കോളനിയിൽ പുലിയെ പിടിക്കാൻ നടത്തിയ ഫണ്ട് പിരിവെടുത്ത് നേതാവ് ദുർവിനിയോഗം ചെയ്തതായിട്ട് ആ തങ്കപ്പൻ കോളനി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആണോ? ആ, അവൻ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. അല്ല, ഈ ആവേശമൊത്ത് പ്രസ് ചെയ്തപ്പോ മുറിഞ്ഞാണ്. ഇല്ലല്ലോ ഇവിടെ സംസാരിക്കാൻ. ഹലോ, ഇത് രവിചന്ദ്ര സാറിന്റെ വീടല്ലേ? അതെ, നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? അല്ല, ഇതിപ്പോ സംസാരിക്കുന്നത് രവിചന്ദ്ര സാറിന്റെ വൈഫാണോ? ആ, നിങ്ങൾ ആരാണെന്ന് പറ. അല്ല, ഞാനൊരു അഭ്യുദയകാംക്ഷിയാണേ. മിസ്റ്റർ അഭ്യുദയകാംക്ഷിക്ക് ഇപ്പൊ എന്ത് വേണം? അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല, അന്നു നിന്റെ നുണക്കൂടി വിരിഞ്ഞിട്ടില്ല. റാസ്കൽ, ഫോൺ വിളിച്ചിട്ടാണോ വൃത്തിയോട് പറയുന്നേ? അയ്യോ ചേച്ചി, ഇത് ഞാൻ പാടിയതല്ല. രവിചന്ദ്ര സാറ് കോളനിയിൽ പുതുതായിട്ട് താമസിക്കാൻ വന്ന പെണ്ണിനോട് പറഞ്ഞതാ. എന്റെ ഭർത്താവിനെ പറ്റി അപവാദം പറഞ്ഞാലുണ്ടല്ലോ. അതെ, ഞാൻ പറയാനുള്ള പറഞ്ഞു. അല്ല, ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനുള്ള ചുമതല ഞാൻ ചേച്ചിക്ക് വിടുകയാണ്. സത്യം ബോധ്യപ്പെടുമ്പോ നമുക്ക് നേരിട്ട് കാണാം. ബാക്കി സ്ക്രീനിൽ. ഓക്കെ? എന്തൊരാശ്വാസം. ഈശ്വര, ഇത് സത്യമാണോ? ഓക്കെ ഓക്കെ. ആ എടീ, ഞാൻ ഷർട്ട് ഊരിച്ച് വരാം. നീ ഊണെടുത്ത് വെക്കേ. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര തുടുത്തിട്ടില്ല, പൊട്ടുകുത്താനറിയില്ല, കണ്ണെഴുതാനറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, തൊട്ടാവാടിക്കരളുള്ള പാവാടക്കാരി. അന്ന് നിന്റെ മലരാകും മലർ പൊയ്കയിൽ പൊൻകിനാവിന്നര എന്നെ വിറങ്ങി വന്നു, അന്ന് നിന്റെ മലരാകും മലർ പൊയ്കയിൽ പൊൻകിനാവിന്ന. ഒരു മുതുക്ക് കൂത്താട്ടം. ആഹാ, നീ കയറി വന്നു. പോയി ചോറെടുത്ത് വെക്കടി. അവിടുന്ന് കിട്ടിയില്ലേ? അയ്യോ, എവിടുന്ന്? അയ്യോ, ഒരു കൊച്ചു പിള്ള ഒന്നും അറിയില്ല. എവിടുന്ന് കിട്ടി പോലും. എടി, നീ കാര്യം പ്രഭാരതി. കാര്യം കാര്യക്കേടും ഒക്കെ ഞാൻ തന്നെ പറഞ്ഞു തരണോ അല്ലേ? മീശ നരച്ചാലും ആശ നരക്കില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. എടി ഭാരതി, നീ ഇനിയെങ്കിലും കാര്യം പറ. എന്നാലേ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നാളെ എത്രയായി? ഇതുവരെ എന്റെ മുമ്പിൽ നിന്നൊരു മൂളിപ്പാട്ട് പാടിയിട്ടുണ്ടോ? 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പാടി തകർക്കല്ലായിരുന്നോ? ഒന്നും നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല പോലും. ആഹാ, അതാണോ കാര്യം? എന്താ അത് കാര്യമല്ലേ? 4ാം ക്ലാസ്സിലെ കാര്യം പറഞ്ഞ് അവൾ ഈ കോളനി കാലം ഒത്തിരിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം. നടക്കാൻ പോന്നില്ല. അവളുടെ ആ ഉദ്ദേശം നടക്കാൻ പോന്നില്ല. എടി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, ഒന്നും പറയണ്ട എന്നോട്. എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി. എന്നാലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പാടാൻ തോന്നിയല്ലോ. എടി മണ്ടി, അത് പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലയോ? 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പാടുന്നത് പാട്ടല്ലേ? അയ്യോ എടി, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. എടി, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട.
എന്നാലും അന്ന് നിന്റെ നുണക്കുഴി, അയ്യോ ഈശ്വര, ഇതൊന്നും കാണാനും കേൾക്കാനും വിട്ടേക്കാതെ എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കാത്തത് എന്ത്? അയ്യോ, ഇന്ന് ഞാൻ ചാവും, നോക്കിക്കോ, ഇന്ന് ഞാൻ പോയി ചാവും. ആ, സ്വന്തം ഭർത്താവ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അന്യായ ഒരു പെൺകുട്ടിയെ കുറിച്ച് പാട്ട് പാടുക, അതിപ്പോഴും ഓർത്തു വെക്കുക. ലോകത്തൊരു ഭാര്യ ഇതൊന്നും സഹിക്കില്ല. ഞാൻ ചാവും, നോക്കിക്കോ, ഞാൻ ചാവും. എടി ഭാരതി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട, ഇന്ന് ഞാൻ ചാവും. എടി, ചാകുന്നതിന് എന്തിനാ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നേ? ഞാൻ ഈ സാരി കെട്ടി തൂങ്ങി ചാവും. എടി, സാരി കീറിപ്പോ പറഞ്ഞേക്കാം. ഞാൻ ചാവും. എന്നാ പോയി ചാകും. വേണ്ട, ഒന്നും പറയണ്ട ഇപ്പൊ. ഞാൻ തൂങ്ങി ചത്തിട്ട് രണ്ടിനും കൂടെ പാടി നടക്കാനല്ലേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊരു വെല്ലുവിളിയാ, ഈ ഭാരതിയുടെ വെല്ലുവിളി. ചേടാ, ഇവള് വെറുതെ ആശ തന്നു കളഞ്ഞല്ലോ. അന്ന് നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര തുടുത്തിട്ടില്ല.